ഹായ്. അപ്പളേ ഉച്ചക്കൊക്കെ പോയതല്ലേ പറമ്പിൽ പൊതിഞ്ഞേച്ച് അന്നേച്ച് തേങ്ങ കൊണ്ടുവന്ന് ചേരണ്ടി വറുത്ത്. ഇപ്പൊ പിന്നെ നമുക്ക് തേങ്ങ ഞാൻ മറ്റേ ചെറിയൊരു സാധനമില്ലേ നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ഇങ്ങനെ ചേരണ്ടി വരുന്നത്, അങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു കിട്ടോ. അത് കാരണം പിന്നെ തേങ്ങാ ചേരണ്ട എളുപ്പമുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര പാടായിട്ട് കൈയെല്ലാം മുറിഞ്ഞ് നാശമായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ നേക്ക് പിടി കിട്ടിയപ്പോ മറ്റേ ഇപ്പൊ പിടികിട്ടി എന്ന് പറയില്ലേ, ആ സാധനം കിട്ടി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 30 തേങ്ങ കൊണ്ടുവന്ന് ചണ്ടി വേഗം റെഡിയാക്കി സെറ്റ് ചെയ്ത് നമ്മുടെ ചമ്മന്തിപ്പൊടി തേങ്ങാപ്പൊടി വേഗം തീർന്നു. വേഗം കൊണ്ടുവന്ന് വറുത്ത് റെഡിയാക്കി രാത്രി ആയപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തില് നമ്മുടെ തേങ്ങ വറുത്ത് സെറ്റായി കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുളി ഉപ്പൊക്കെ ഇട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഒരു പരുവം കണ്ടോ. പിന്നെ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കുന്നവരോട് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ തീയിലിട്ടേച്ച് കൈ ഒന്ന് ഓടാൻ തുടങ്ങുന്നോടും വരെ, എന്ന് വെച്ചാൽ നല്ല ഒരു അത്യാവശ്യം ഡ്രൈ ആവുന്നോടും വരെ ചെറിയ തീയിലിട്ടേച്ച് ഒരേ ഇതിൽ വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കറുത്തും ഇരിക്കും, കുറച്ച് വെളുത്തും ഇരിക്കും. അന്നേരം നമുക്ക് ഒരേപോലെ കിട്ടുകയില്ല, ഈ ഒരു കളറിലും കിട്ടുകയില്ല. മൊത്തം പകുതി കറുത്തും പകുതി വെളുത്തും ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പം വീട്ടിലുണ്ടാക്കുന്നവർ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞ തീയിൽ വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാവുള്ളേ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നാളെ രാവിലെ പൊടിക്കുകയുള്ളൂ. വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സമയമില്ല, ഇനി പോയി കുളിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങണം. എന്നിട്ട് നമുക്ക് എപ്പോൾ കാണാം? രാവിലെ 5:30 കാണാമെന്ന്. അപ്പം ചമ്മന്തിപ്പൊടി വേണ്ടവരും വാട്സപ്പ് ചെയ്തു, ഞാൻ അയച്ചോളാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.